ഇതിൽ മാത്രമല്ല അനുരാജ് ഉണ്ട് പിന്നെ അല്ല അപ്പോൾ റെക്കോർഡിങ്ങിൽ ഇരിക്കട്ടെ നന്നായിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് എന്താ സ്റ്റിയറിംഗ് സിസ്റ്റം എന്താ സ്റ്റിയറിംഗ് സിസ്റ്റം പർപ്പസ് എന്താ ഉപയോഗം എന്താ കൺട്രോൾ കഴിയും അല്ലേ വാഹനത്തെ അതിൻ്റെ എന്താ പറയുക ഗതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലേ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നിശ്ചയിക്കേണ്ട സിസ്റ്റമാണ് ആര് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ അപ്പോൾ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് കുറച്ച് പർപ്പസുകളുണ്ട്. അതായത് തേയ്മാനം കുറയ്ക്കുക, ടയറിൻ്റെ തേയ്മാനം കുറയുന്ന സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഡ്രൈവറുടെ എഫേർട്ട് മാക്സിമം കുറയ്ക്കുക, അതേപോലെ അതിൽ കൊണ്ടുപോകുന്ന ഗുഡ്സും അതേപോലെ തന്നെ പാസഞ്ചേഴ്സിനും എഫേർട്ട്ലെസ് ആയിരിക്കുക അല്ലേ. അങ്ങനെ കുറേ പർപ്പസ് ആര് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസാണ്. അപ്പോൾ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? അക്കർമാൻ സ്റ്റിയറിംഗ് സിസ്റ്റം മെക്കാനിസം പഠിച്ച ഓർമ്മ ഉണ്ടോ? ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഒക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? രണ്ടെണ്ണം അക്കർമാനും ഡേവിസും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ഭാഗമാണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. നമ്മൾ സ്റ്റിയറിംഗ് ജോമെട്രി ഒന്നും നോക്കിയില്ല, ക്യാമറ കാസ്റ്റർ കിങ്പിനിങ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അറിയില്ലേ? സ്റ്റിയറിംഗ് ജോമെട്രി, ക്യാമ്പർ, കാസ്റ്റർ, കിങ്പിൻ ഇൻക്ലിനേഷൻ, ടോട്ട് ഓൺ ടേൺസ്, സ്ക്രബ് റേഡിയസ്, അങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ, കോർണറിംഗ് പവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ വൺ വേർഡായിട്ട് വൈവേക്ക് വരും എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വന്നോളാം. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകൾ, വിവിധതരം സ്റ്റിയറിംഗ് ഗിയർ ബോക്സാണ്, ഏതൊക്കെയാണ് പവർ സ്റ്റിയറിംഗ് വരുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകൾ ഏതൊക്കെയാണ്? വേമാൻഡ് സെക്ടർ, വേമാൻഡ് നെറ്റ്, വേമാൻഡ് വീൽ, വേമാൻഡ് റോളർ, പിന്നെന്താ റാക്ക് ആൻഡ് പിനിയൻ, പിന്നെന്താ വേമാൻഡ് റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് ടൈപ്പ്. ഓക്കെ, ഇത്രയും സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അനുരാജ്, ഇത്രയും സ്റ്റിയറിംഗ് ഗിയർ ബോക്സാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് നമ്മൾ അഴിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ്, നോർമലി എല്ലാ സ്റ്റിയറിംഗ് ഗിയർ ബോക്സും ഒരേപോലെ അല്ലേ, ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ. ആ റാക്ക് ആൻഡ് പിനിയൻ ഒഴികെ ബാക്കിയുള്ള എല്ലാം ഒരേപോലെ അല്ലേ, ആണല്ലേ? അല്ലേ, റാക്ക് ആൻഡ് പിനിയൻ മാത്രം അതിൻ്റെ മൂവ്മെൻറ്റും കമ്പോണൻസ് വ്യത്യാസമായാലും എല്ലാ കാര്യങ്ങളും ചേഞ്ചാണ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത്. ബാക്കി വരുന്ന എല്ലാ സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളും എന്താ പറയുക, നോർമലി എല്ലാം ഒരേ വർക്കിംഗാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഒരു വേം ആൻഡ് റോളർ. ഇതാണ് വേം എന്ന് പറയുന്നത്. ഇതാണെന്ത് വേം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന ഈ സാധനത്തിന് നമ്മൾ റോളർ എന്ന് പേര് പറയുന്നത്, റോളർ. അപ്പോൾ ഇതിനെ നമ്മൾ വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നാണ് പേര് പറയുന്നത്. എന്താ പറയുക, ഇതിനകത്തുള്ള ലൂബ്രിക്കേറ്റിംഗ് മീഡിയം എന്താ, ഫ്ലൂയിഡാണ് അല്ലേ. ഇതിനകത്ത് എന്താ, സ്റ്റിയറിംഗ് ഓയിലാണ്. ഇതിനകത്ത് ഓയിലാണ് വരുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ബിയറിങ്ങുകൾ വരുന്നുണ്ട്, നീഡിൽ ബിയറിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബോൾ ബിയറിംഗ്. ഇതാണ് ഇതിൻ്റെ ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നുണ്ട്, ഇവിടെ അങ്ങനെ എനിക്ക് അയക്കാൻ പറ്റും. ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, നീഡിൽ ബിയറിംഗ് വരുന്നുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാവും വൺ ബൈ. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ലിങ്കേജസ് അറിയില്ലേ? അറിയാം എന്തൊക്കെയാണ് സ്റ്റിയറിംഗ് ലിങ്കേജിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇത് നോക്കി പഠിച്ചതാണ്, വരച്ച് പഠിച്ചതാണ്. ഓർമ്മയില്ല എന്തൊക്കെയാണ്? സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കോളം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ ഔട്ട് എന്താ വരുന്നത്? ഈ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ ഔട്ട് അല്ലേ ഈ റോളറിന് ശേഷം വരുന്ന ഈ ഔട്ടിന് എന്താ പേര് പറയാം? ക്രോസ് ഷാഫ്റ്റ്. ഓർമ്മയില്ലേ? ക്രോസ് ഷാഫ്റ്റിന് താഴെ പെൻഡുലം പോലെ ധരിക്കുന്ന ഒരു സാധനം എന്താ പറയുക? എന്താ അതിന്റെ പേര്? ഡ്രോപ്പാം കഴിഞ്ഞാൽ നീളം കൂടിയുള്ള ഒരു ഒരെണ്ണം. എന്താ അതിന്റെ പേര്? പുൾ ആൻഡ് പുഷ് റോഡ്, അല്ലെങ്കിൽ വേറെ പേര് ഡ്രാഗിലിംഗ്. പുൾ ആൻഡ് പുഷ് റോഡ് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലിവർ ആം, ടൈ റോഡ്, അതിന് വേറെ പേര് ട്രാക്ക് റോഡ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഇതൊക്കെയാണ് സ്റ്റിയറിംഗ് ലിങ്കേജസ്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നും ഇതിന് വീക്കെ ഇവിടെ ഇല്ലേ അതെ പുഞ്ചിരിനെ വല്ലാണ്ട് കൂടുന്നതൊക്കെ പുഞ്ചിരി. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നും സ്റ്റിയറിംഗ് ഷാഫ്റ്റിലൂടെ ഈ മില്ലിങ്ങിലേക്കാണ്, ഇതിനെ മില്ലിംഗ് എന്ന് പറയാം. സ്പ്ലൈൻസിന്റെ വളരെ ചെറിയ ഇതുണ്ടല്ലോ, സ്പ്ലൈൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ക്ലച്ചൊക്കെ പിടിക്കുന്ന ആ ഭാഗം സ്പ്ലൈൻസ് എന്ന് പറയാം. അതിന്റെ ചെറിയ സാധനത്തിന് എന്താ പേര് പറയാം? നമ്മളെ ബൈക്കിന്റെ കിക്കറില്ലേ, കിക്കറിന്റെ അടുത്തുണ്ടല്ലോ ചെറുത്, അതിന്റെ പേര് പറയാം മില്ലിംഗ് എന്ന് പറയാം. മില്ലിംഗ്. ഈ മില്ലിംഗിലേക്ക് യൂണിവേഴ്സൽ ജോയിന്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മളിവിടെ അയച്ചവർക്ക് അറിയാം. അപ്പൊ സ്റ്റിയറിംഗ് ഷാഫ്റ്റിന്റെ എണ്ണയാണ് വരിക. അതായത് പറഞ്ഞു വരുന്നത് സ്റ്റിയറിംഗ് വീലിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഷാഫ്റ്റിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? വേം. എന്ത് പേര് പറയും? വേം എന്ന് പേര് പറയും. ഈ വേം, ഈ റോളർ എന്ന് പറയുന്ന ഈ ഭാഗത്തിലേക്ക് ഇങ്ങനെ മെഷാട്ടായി ഇരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? നമ്മൾ സ്റ്റിയറിംഗ് വീലിനെ തിരിക്കുന്ന സമയത്ത് ഈ വേം എന്ത് ചെയ്യും? വേമിനെ റൊട്ടേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് വീലിനെ തിരിക്കുന്ന സമയത്ത് ഈ വേമിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അനങ്ങുന്നില്ല, നിന്നോർത്ത് നിന്ന് തിരികെ ചെയ്യുന്നത്.
ആ സമയത്ത് ഈ റോളർ എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവാം. ഈ റോളർ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? ഇത് തിരിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? സ്റ്റിയറിംഗ് വീൽ ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് താഴത്തോട്ട് ഇറങ്ങിപ്പോകും, വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഈ ഒരു മൂവ്മെന്റ് ഉണ്ടോ? ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഈ റോളർ എന്ന് പറയുന്ന ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഷാഫ്റ്റിന് പറയുന്ന പേരാണ് റോളർ ഷാഫ്റ്റ്. ഷാഹിദേ, ഈ റോളർ എന്ന് പറയുന്ന ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഷാഫ്റ്റിന് പറയുന്ന പേരാണ് റോളർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കിട്ടിയോ? കിട്ടുന്നുണ്ടോ? അപ്പോൾ സ്റ്റിയറിംഗ് വീൽ ഓർമ്മ വന്നു, സ്റ്റിയറിംഗ് ഷാഫ്റ്റ് അറിയാം. സ്റ്റിയറിംഗ് ഷാഫ്റ്റിന് ഏറ്റവും എൻഡിൽ വരുന്ന സാധനമാണ് ആര്? വേം. ഈ വേമിലേക്ക് മെഷായിരിക്കുന്ന ആളാണ് ആര്? റോളർ. ഈ വേമ സാധാരണ രീതിയിൽ എല്ലാത്തിൻ്റെയും ഒരേ വലിപ്പം ഉണ്ടാവും. ഈ പിരിയില്ല ത്രെഡ്, ഈ ത്രെഡ് എന്താ? ഈ ത്രെഡിനെ നമ്മൾ വേം എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരേ വലിപ്പമായിരിക്കും. സാധാരണ ഒരേ വലിപ്പമല്ലേ വരിക. ഇത് മാത്രമാണ് അങ്ങനെ കൊടുത്തുള്ളത്. കാരണം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വേരിയബിൾ സ്റ്റിയറിംഗ് റേഷ്യോ. ഒരു വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണത്? വേരിയബിൾ സ്റ്റിയറിംഗ് റേഷ്യോ പ്രൊവൈഡ് ചെയ്യും ആര്? ഒരു വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. വൺ വേർഡാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. അതായത് ഇപ്പോഴല്ല, ഇപ്പൊ എന്തോ ആവട്ടെ, ഇപ്പൊ വൈവിക്ക് നിങ്ങളെ അവരെന്ത് ചെയ്യും? ചുരുട്ടി പിഴിഞ്ഞെടുക്കും. മൊത്തം നിങ്ങളെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ഒന്ന് തകർത്താം, അതറിയാം. സെക്കൻഡ് ഇയർ ആരോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയായാലും അതവിടെ നടക്കും. ഞാൻ അത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഇത് വരുന്ന വൺ വേർഡ് എക്സാം വരും. എന്താണ് വേരിയബിൾ സ്റ്റിയറിംഗ് റേഷ്യോ? വരില്ലേ? വരുമല്ലേ? ചൂടുവാ അങ്ങനെ വിളിച്ചാ നോക്കി നിൽക്കണവരെങ്ങോട്ട്. അതിനെ വരും. ചിരി മാറണം, അത് മാറ്റി കൊടുക്കാൻ. അതാണ് ഞാൻ ശരി. ഞാൻ വല്ലാണ്ട് എന്താ പേര് പറയാ? ഓക്കെ. അപ്പോൾ വേമെന്ന് വരെ അറിയും. അപ്പോൾ ഒരു വേമാൻ റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ പ്രത്യേകത എന്താ? ഞാൻ എല്ലാവരും ഓനെ നോക്കണ്ട മതി, ചെക്കന് പാവല്ലേ. വേമാൻ റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ പ്രത്യേകത എന്താ? വേരിയബിൾ സ്റ്റിയറിംഗ് റേഷ്യോ. അപ്പോൾ വർക്കിംഗ് എത്രയേ ഉള്ളൂ? സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്ന സമയത്ത് വേമ് ചലിക്കും. വേമ് ഇടത്തോട്ടും വലത്തോട്ടും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേമിലൂടെ ഈ റോളർ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഈ വേമിലെ റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കും. ഈ ഒരു മൂവ്മെന്റിലോ ഈ ട്വിസ്റ്റ് ആൻഡ് അൺട്വിസ്റ്റ്, മനസ്സിലായി? ഈ ട്വിസ്റ്റ് ആൻഡ് അൺട്വിസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ചല ഈ വേമിലൂടെ മോർണിംഗും താഴത്തേക്കും കയറി ഇറങ്ങും. ഈ കയറി ഇറങ്ങുന്നതാണ് ആക്ച്വലി നമ്മുടെ വീലിന്റെ ആംഗുലാർ മോഷൻ. ഈ വേമിങ്ങനെ മോർണിംഗും താഴത്തേക്കും കയറി ഇറങ്ങുന്നുണ്ടല്ലോ, ഈ കയറി ഇറങ്ങലാണ് എന്തായി മാറുന്നത്? ലിങ്കേജുകൾ വഴി എവിടേക്ക് എത്തിക്കുന്നത്? ഒരു രണ്ട് റോഡ് വീലിന്റെ ആംഗുലാർ മോഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി മോഷനെ റോഡ് വീലിന്റെ ആംഗുലാർ മോഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ, അല്ലേ? അതുവഴിയാണല്ലോ വാഹനത്തിന്റെ നമ്മൾ ദിശ നിയന്ത്രിക്കുന്നത്, അല്ലെ? അതിന്റെ ദിശ എങ്ങനെ നിയന്ത്രിക്കണം? അങ്ങനെയാണല്ലോ. അപ്പൊ ആ പ്രവർത്തനം നടക്കുന്നത് ഈ റോളർ എങ്ങനെ മുകളിലേക്കും താഴത്തേക്കും കയറി ഇറങ്ങുന്നതിന് അടിസ്ഥാനമായി ക്രോസ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന് ഒരു ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടായിരുന്നു. ക്രോസ് ഷാഫ്റ്റ് എന്തുണ്ടാവും? ഒരു ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ്. ഈ ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് എന്ത് ചെയ്യണം? ഡ്രോപ്പ് ആമിന്റെ പെൻഡുലം പോലുള്ള ഈ ഒരു ചലനം, പുൾ ആൻഡ് പുഷിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ, മോഷക ഓർമ്മ ഉണ്ടോ? ടു ആൻഡ് ഫ്രോ മോഷൻ. ഈ മോഷൻ എല്ലാമായി ഏറ്റവും ലാസ്റ്റ് എന്തായി മാറും? ഫ്രണ്ടിലത്തെ രണ്ട് വീലിന്റെ ആംഗുലാർ മോഷനായി മാറും. മനസ്സിലായോ? ഇതാണ് ഒരു വേമാൻ റോളർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. കിട്ടിയായിരിക്കും. ഇതിന്റെ സെയിം വർക്കിംഗ് തന്നെയാണ് വേമാൻ നെറ്റ്, വേമാൻ സെക്ടർ, വേമാൻ വീല്, വേമാൻ റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് ടൈപ്പ്. ഈ നാലെണ്ണത്തിനും സെയിം വർക്കിംഗ് ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ. പക്ഷെ ഇതിനെല്ലാം ആസ്പദമാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ എങ്ങനെയാണ്? ഡയറക്റ്റ്ലി മാറ്റാണ്, എല്ലാ സാധനങ്ങളും മാറ്റാണ്, അല്ലെ? സ്റ്റിയറിംഗ് വീലും ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പിനിയനാണ് വരുന്നത്, അവിടെ ഒരു റാക്കാണ് വരുന്നത്. പിനിയൻ തിരിക്കുന്ന സമയത്ത് റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. അതിൻ്റെ ഒരുപാട് കമ്പോണൻസ് ഒക്കെ കുറയില്ല. ഇതിനെ അപേക്ഷിച്ച് ഇത്തരം സ്റ്റിയറിംഗിനെ അപേക്ഷിച്ച് ആർക്കുള്ള ഗുണങ്ങളാണ്? നമ്മുടെ റാക്ക് ആൻഡ് പിനിയന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലേ? പാർട്സ് കുറയും. പാർട്സ് കുറച്ചാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? തേയ്മാനം കുറയും. തേയ്മാനം കുറഞ്ഞാൽ നമ്മുടെ ചെലവ് കുറയും. അങ്ങനെയൊക്കെ അല്ലേ? ഇതൊന്നും അല്ലാതെ ഇതിനകത്ത് ഫ്ലൂയിഡാണ് ലൂബ്രിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. റാക്ക് ആൻഡ് പിനിയനകത്ത് എന്താ? ഗ്രീസാണ്. എന്താണ്? അവിടെ ഒരു റബ്ബർ ബൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ടാവും. റബ്ബർ ബൂട്ടൊക്കെ കണ്ടില്ലേ? കാണിച്ചൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. റബ്ബർ ബൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി എത്ര ടൈപ്പ് പവർ സ്റ്റിയറിംഗ് ഉണ്ട് നമുക്ക്? എത്ര ടൈപ്പ് നമ്മൾ പഠിച്ചല്ലോ? നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ എത്ര ടൈപ്പ് പഠിച്ചല്ലോ? 2 ടൈപ്പ്, HPS EPS. ഓർമ്മയില്ലേ? റോട്ടറി വാൾവൊക്കെ ചിത്രം വരച്ച് ഇങ്ങനെ പഠിച്ചത് ഓർമ്മയില്ലേ? ഇല്ലടാ, റോട്ടറി വാൾവും അതേപോലെ തന്നെ പൈപ്പ് ലൈൻസ്, പമ്പ് പഠിച്ച ഓർമ്മയില്ലേ? നെക്സ്റ്റ് EPS ആണെങ്കിലും അവിടെ 2 സെൻസറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും 2 സെൻസർ? ടോർക്ക് സെൻസറും
റൊട്ടേഷൻ സെൻസറും ഏതൊക്കെയാ? റൊട്ടേഷൻ സെൻസറും. ഈ സെൻസറാണ് സ്റ്റിയറിംഗ് വീലിലെ റൊട്ടേഷൻ എത്രത്തോളം ടോർക്ക് നമ്മൾ കൊടുക്കേണ്ടത്, ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് തിരിച്ചറിയുന്നത് ആരാ? സെൻസറുകളാണ്. ഈ സെൻസർ കൺട്രോളറിനോട് പറയും, കൺട്രോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോറിനോട് പറഞ്ഞു, മോട്ടോറാണ് എന്ത് ചെയ്യണത്? ഈ സ്റ്റിയറിംഗിനെ അസിസ്റ്റ് ചെയ്യണത്. മനസ്സിലായി വിചാരിക്കുന്നു അല്ലേ? ഇതാണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം. ഇത്ര